പഹൽഗാം ഭീകര ആക്രമണത്തിന് വരുന്ന 22-ാം തീയതി ഏപ്രിൽ 22-ന് ഒരു വർഷം തികയാനിരിക്കെ രാജ്യതലസ്ഥാനത്തു നിന്നും വരുന്ന വാർത്തകൾ രാജ്യത്തിന്റെ ജാഗ്രത കൂട്ടുകയാണ്. ദില്ലിയിൽ ISI ചാരശൃംഖലയും അതിന്റെ ഭാഗമായുള്ള 10 പേരുമാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. ഇതോടെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷ അസ്ഥിരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വിദേശത്തിരുന്ന് വലിയൊരു ശൃംഖല പ്രവർത്തിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പിടിയിലായവർ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ പല രേഖകളും അതുപോലെ തന്നെ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും അതിർത്തി കടത്തിയിരുന്നതായിട്ടാണ് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. പാക് ചാര സംഘടനയുമായി ഇവർ നിരന്തരം ദീർഘകാലമായി ബന്ധപ്പെട്ടിരുന്നത് രഹസ്യമായി വിവരങ്ങൾ കൈമാറുന്നതിന് വലിയ തുക പ്രതിഫലം കൈപ്പറ്റിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളും ഫോൺ രേഖകളും പോലീസ് പിടിച്ചെടുത്തു. രാജ്യത്തിന്റെ ഹൃദയഭാഗത്ത് ഇത്രയധികം ചാരന്മാർ ഒളിഞ്ഞിരുന്ന് പ്രവർത്തിച്ചത് അതീവ ഗൗരവത്തോടെയാണ് അന്വേഷണ ഏജൻസികൾ കാണുന്നത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇന്ത്യയിലുടനീളം പ്രവർത്തിക്കുന്ന ചാരക്കണികളെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്പെഷ്യൽ സെൽ. രാജ്യതലസ്ഥാനത്ത് ഇതോടെ സുരക്ഷ കടുപ്പിച്ചിരിക്കുന്നു. അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അഡീഷണൽ പോലീസ് കമ്മീഷണർ പ്രമോദ് കുശ്വാഹയുടെ നേരിട്ടുള്ള നേതൃത്വത്തിലായിരുന്നു ഈ നിർണായക ഓപ്പറേഷൻ. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ അസ്ഥിരപ്പെടുത്തുക ഈ ലക്ഷ്യത്തോടെ വിദേശത്തിരുന്ന് നിയന്ത്രിക്കപ്പെടുന്ന വലിയൊരു ശൃംഖലയുടെ കണ്ണികളാണ് പിടിയിലായ 10 പേർ എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. വൻ സുരക്ഷാ ഭീഷണിയാണ് ഇതിലൂടെ ഒഴിവാക്കപ്പെട്ടത്. പ്രമുഖരായ വ്യക്തികൾ, സൈനിക കേന്ദ്രങ്ങൾ, തിരക്കേറിയ മാർക്കറ്റുകൾ ഇവ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ നീക്കങ്ങൾ. പിടിയിലായവരിൽ നിന്ന് വിദേശ നിർമ്മിത ആയുധങ്ങളും മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് സ്പെഷ്യൽ സെൽ വൃത്തങ്ങൾ പറയുന്നു. രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ദില്ലിയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. തന്ത്രപ്രധാനമായ സുരക്ഷാ വിവരങ്ങൾ ചോർത്തുന്നതിനും സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുമാണ് ഇവർ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് പോലീസ് ഭാഷ്യം. ആഴ്ചകൾ നീണ്ട രഹസ്യ നിരീക്ഷണം അതിനൊടുവിലാണ് ഈ ശൃംഖലയുടെ പ്രാദേശിക നട്ടെല്ലായി പ്രവർത്തിച്ചിരുന്ന 10 പേരെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. അറസ്റ്റിലായവരിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇപ്പോൾ പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. ഇതിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഒളിച്ചിരിക്കുന്ന സ്ലീപ്പർ സെല്ലുകളെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ പിടിയിലായവരിൽ നിന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തെളിയിക്കുന്ന നിരവധി രേഖകളും പോലീസ് കണ്ടെടുത്തു. ദില്ലിയിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളിലും ജനത്തിരക്കേറിയ സ്ഥലങ്ങളിലും ഇവർ നിരീക്ഷണം നടത്തിവരികയായിരുന്നു. കേവലം നിരീക്ഷണം നടത്തുന്നതിന് അപ്പുറം അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഇടങ്ങളിൽ അത്യാധുനിക ക്യാമറകൾ സ്ഥാപിച്ച് അവിടുത്തെ തത്സമയ ദൃശ്യങ്ങളാണ് പാകിസ്ഥാനിലെ ISI ഉദ്യോഗസ്ഥർക്ക് ഇവർ എത്തിച്ചു നൽകിയിരുന്നത്. ഇന്ത്യയിൽ ഭീകര ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിലെ സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തുന്നതിനുമാണ് ഈ വിവരങ്ങൾ ഉപയോഗിച്ചിരുന്നത് എന്നും വ്യക്തമായിട്ടുണ്ട്. ISI ഇന്ത്യയെ തകർക്കാൻ നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതായ വിവരങ്ങൾ നേരത്തെയും ലഭിച്ചിരുന്നു. ഡോക്ടർമാരുടെ തീവ്രവാദ ശൃംഖല പുറത്തുവന്നതിന് പിന്നാലെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI കുട്ടികളെ ഉപയോഗിച്ച് തീവ്രവാദ ചാരപ്രവർത്തനം നടത്തുന്നതായ റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു. പ്രായപൂർത്തിയാകാത്ത 40ഓളം പേർ സുരക്ഷാ സേനയുടെ നിരീക്ഷണത്തിലായിരുന്നു. ഇവരിൽ 12 പേർ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഉള്ളവരും 25 പേർ കശ്മീരിൽ നിന്നുള്ളവരുമായിരുന്നു. 14-നും 17-നും ഇടയിൽ പ്രായമുള്ള ഇവരെ ISI ആണ് കെണിയിൽ വീഴ്ത്തിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ.